Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal. മുതത്തല ഗ്രാമപഞ്ചായത്തിൽ തയ്യാറാക്കിയ പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ രൂപരേഖ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പ്രകാശനം നിർവഹിച്ചു. പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും പരിസ്ഥിതി ആഘാത മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുമാണ് പ്രാദേശിക ജൈവവൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കർമ്മ പദ്ധതി രൂപീകരണം നടത്തുന്നുണ്ട്. 5 വർഷത്തേക്ക് വിവിധ പഠനങ്ങൾ ഉൾപ്പെടുത്തി വേണം പദ്ധതി രൂപരേഖ തയ്യാറാക്കാൻ. മുതല ഗ്രാമപഞ്ചായത്തിൽ തയ്യാറാക്കിയ പദ്ധതി രൂപരേഖയുടെ പ്രകാശനം കഴിഞ്ഞ ദിവസം നടന്നു. പ്രാദേശിക ജൈവവൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി രൂപീകരിച്ച ജില്ലയിലെ ആദ്യ പഞ്ചായത്ത് കൂടിയാണ് മുതല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പ്രകാശനം നിർവഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കജാക്ഷൻ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ബുഷ്ര സമദ് അധ്യക്ഷയായിരുന്നു. പദ്ധതി കോർഡിനേറ്റർ എ പി ഉണ്ണികൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സുബൈദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു, മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ജൈവ വൈവിധ്യങ്ങളും ഉൾപ്പെടുത്തി PDR തയ്യാറാക്കുക എന്നായിരുന്നു. ആ PDR 1ഉം 2ഉം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്തിന് 1000 പഞ്ചായത്തുകളിൽ വളരെ കുറഞ്ഞ പഞ്ചായത്തുകൾ 10 പഞ്ചായത്തുകളോടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിലൊരു പഞ്ചായത്താണ് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും ഒരു പഞ്ചായത്ത്, 10 പഞ്ചായത്തിലൊരു പഞ്ചായത്താണ് മുതല പഞ്ചായത്ത്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും ആദ്യം ഈ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ പഞ്ചായത്ത് മുതല പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ജില്ലാ പ്രസിഡന്റ് വളരെ താല്പര്യപൂർവ്വം ഇന്ന് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരും, എനിക്ക് അതിന്റെ മാതൃക കണ്ടിട്ട് വേണം മറ്റു പഞ്ചായത്തിലേക്ക് അത് കൊടുക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞതായിരുന്നു. പക്ഷെ എന്തോ ജില്ലാ പ്രസിഡന്റിന് പെട്ടെന്ന് അവിടെ എന്തോ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിട്ടാണ് വരാതിരുന്നത്. അപ്പൊ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ് ജൈവ വൈവിധ്യ പരിപാലന പദ്ധതി. നമ്മൾ ആദ്യം PDR ഉണ്ടാക്കുകയും അതിനുശേഷം അടുത്ത 5 വർഷം നമ്മുടെ ഭരണസമിതിയിലുള്ള പദ്ധതികൾ ഈ കർമ്മ പദ്ധതികളുമായി ചേർന്ന് പോകുന്നവയാണ്. ഈ പദ്ധതിക്ക് അംഗീകാരം കിട്ടാതെ അടുത്ത നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതിക്ക് ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിക്കില്ല. അപ്പോ അതുകൂടി രണ്ടും ചേർന്ന് പോകുന്ന തരത്തിലായിരിക്കണം അടുത്ത പദ്ധതി എന്നുള്ള അത്രയും സർക്കാർ ഇതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.